അദാനിയും മോദിയും രണ്ടല്ലെന്നും അവർ ഒന്നു തന്നെയാണെന്നും ഇനി മൊദാനി എന്ന് വിളിക്കുന്നതാണ് നല്ലതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കോട്ടയം ജില്ലയിലെ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഏറ്റുമാനൂർ അതിരമ്പുഴയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽജിയെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി രാഹുൽജിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ അദാനിയുടെ നിയന്ത്രണത്തിലാണെന്നും അദാനിയും മോദിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം രാജ്യം അഭിമുഖീകരിക്കുന്ന ദുരന്തമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ട്രംപിനെതിരെ അക്ഷരം മിണ്ടാത്ത മോദിയെ പോലെയാണ് മോദിക്കെതിരെ ഒരക്ഷരം മിണ്ടാത്ത പിണറായി വിജയൻ എന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എപ്സ്റ്റീൻ ഫയലിൽ ഭീഷണിയുടെ നിഴലിൽ നിൽക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. So, what is the proof of that? Let me tell you. First of all, you know that anybody who fights RSS, Narendra Modi, gets cases on them, is attacked, is arrested, is interrogated. I attacked the BJP. I'm out on bail. They took away my house. They took away my Lok Sabha membership. They interrogated me for 55 hours. ഞാൻ BJP RSS എപ്പോഴും ആക്രമിക്കുന്ന ആളാണ്. അവരെന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി, എന്റെ ലോക്സഭ അംഗത്വം അവർ അയോഗ്യമാക്കി. അവർ എനിക്കെതിരെ 55 മണിക്കൂർ നിർത്താതെ അവർ ചോദ്യം ചെയ്തു. Every time I open my mouth, their media attacks me 24 hours. ഞാൻ എപ്പോൾ അവർക്കെതിരെ എന്റെ വാ തുറക്കുന്നു ആ സമയം അവരുടെ മാധ്യമങ്ങൾ എന്നെ 24 മണിക്കൂറും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. How many hours has Chief Minister Kerala been interrogated? എത്ര മണിക്കൂർ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്? Is he out on bail? അദ്ദേഹം ജാമ്യത്തിൽ പുറത്താണ് ഇപ്പോൾ. Have his children, his family been interrogated? അദ്ദേഹത്തിന്റെ കുട്ടികളെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? Does Narendra Modi attack him every chance he gets? ഏതെങ്കിലും ഒരു അവസരത്തിൽ നരേന്ദ്രമോദി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് സംസാരിച്ചു. UDF സ്ഥാനാർത്ഥികളായ നാട്ടകം സുരേഷ്, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, കെ ബിനിമോൻ, ഫ്രാൻസിസ് ജോർജ് MP, ജോസഫ് വാഴക്കൻ, ഫിൽസൺ മാത്യൂസ്, ജെയ്സൺ ജോസഫ്, ബിനു ചെങ്ങളം, നഗരസഭാ അധ്യക്ഷൻ ടോമി പുളിമാൻ തുണ്ടം, നീണ്ടൂർ മുരളി തുടങ്ങിയവർ നേതൃത്വം നൽകി. i4 ന്യൂസ്, ഏറ്റുമാനൂർ.